സംസ്ഥാനത്തെ നെല്ലുവില കുടിശ്ശികയുടെ യഥാർത്ഥ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരെന്ന് ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തുന്ന വീഴ്ചയാണ് കേന്ദ്രം പണം അനുവദിക്കുന്നതിന് തടസ്സമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകിയ പണത്തിന്റെ കണക്കുകൾ കൃത്യമായി സംസ്ഥാനം നൽകിയാൽ വീണ്ടും പണം വാങ്ങി നൽകാൻ തയ്യാറാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കർഷകർ ചോദിക്കുകയാണ്, ഇവിടുന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോയ നെല്ലിൻ്റെ വില എവിടെ? നിങ്ങൾ ഇത് സംബന്ധിച്ച് ഹാജരാക്കേണ്ട വൗച്ചറും കണക്കും ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ സമാധാനം പറയട്ടെ. ഓഡിറ്റ് റിപ്പോർട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതിന് സമാധാനം പറയണ്ടേ? അതൊന്നും സമാധാനം പറയാതെ കാശ് കിട്ടാണ്ട് കാശുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാലും പൈസ തരുന്നില്ല, കേന്ദ്രം പൈസ തരുന്നില്ല എന്നുള്ള അല്ലല്ലോ പറയണ്ടേ. ഫിഷറീസ് വകുപ്പ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വരുന്നുണ്ടല്ലോ, മത്സ്യകൃഷി നടത്തുന്നതിനെപ്പറ്റി ചോദ്യം ചോദിച്ചാലും പറയും കേന്ദ്രം കോടിക്കണക്കിന് രൂപ തരാനുണ്ടെന്ന് പറയും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം. അപ്പോൾ ഇതിങ്ങനെ നുണ 10 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാകും എന്ന് ആരോ ഒരു ഗീബൽസ്യൻ തന്ത്രമാണത്. നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സത്യം ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ നുണപ്രചരണം ഈ മന്ത്രിമാരെല്ലാം ചെരുപ്പിട്ട് ലോകം സഞ്ചരിക്കുമ്പോൾ സത്യം ഒരുപക്ഷെ ചെരുപ്പിടുന്നേ ഉള്ളായിരിക്കും.